ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അപ്രോക്സിമേഷനിലെ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ സിംപ്ലിഫിക്കേഷൻ പോലെ തന്നെയാണ്. പിന്നെ സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അപ്രോക്സിമേഷനിൽ നമ്മൾ കൃത്യമായ ആൻസർ കണ്ടുപിടിക്കേണ്ട, കറക്റ്റ് ആൻസറിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൻസർ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അതായത് യു ഡോണ്ട് നീഡ് ടു കാൽക്കുലേറ്റ് ദി എക്സാക്ട് വാല്യൂ. അത് തന്നെയാണ് അപ്രോക്സിമേഷൻ നമ്മളോട് പറയുന്നത്. കൃത്യമായ ഉത്തരം വേണ്ട, ആൻസറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആൻസറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഐ റിപ്പീറ്റ്, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആൻസറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉത്തരം എഴുതുക എന്നുള്ളതാണ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബാങ്ക് SSC പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുകയും വല്ലപ്പോഴും ഒക്കെ PSCയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ അപ്രോക്സിമേഷൻ ചോദ്യങ്ങൾ എന്നുള്ളത്. ആമുഖമായിട്ടൊന്നും നമുക്ക് പറയാനില്ല. നമുക്ക് ചില ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങളിലൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സമയം ഒട്ടും കളയേണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് മക്കളെ ആദ്യത്തെ ചോദ്യം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 104.04 സ്ക്വയർ minus 96.02 square plus 53.99 square minus 46.07 square is equal to 100 plus what? Okay. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. 104.4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 104 സ്ക്വയർ മൈനസ് 96 സ്ക്വയർ പ്ലസ് 53.99 എന്ന് പറയുമ്പോൾ നമുക്ക് 54 ആയിട്ട് എടുക്കാം. മൈനസ് 54 സ്ക്വയർ മൈനസ് 46.07 എന്ന് പറയുമ്പോൾ നമുക്ക് 46 സ്ക്വയർ ആയിട്ട് എടുക്കാം. ഈസ് ഈക്വൽ ടു 100 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ ദാ ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് രണ്ടും നോക്കിക്കേ, അതേപോലെ ഇത് രണ്ടും നോക്കിക്കേ. എടാ A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്നല്ലേ? A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? അപ്പോൾ 100 സ്ക്വയർ മൈനസ് 9. എനിക്ക് രണ്ട് സംഖ്യയുടെ, ഒരു സംഖ്യയുടെ സ്ക്വയർ മൈനസ് അടുത്ത സംഖ്യയുടെ സ്ക്വയർ. അത് കണ്ടപ്പോൾ ഉടനെ ഞാൻ ചിന്തിച്ചു A സ്ക്വയർ മൈനസ് B സ്ക്വയർ. A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? A പ്ലസ് B ഇൻറ്റു A മൈനസ് B. ശരിയല്ലേ? A പ്ലസ് B ഇൻറ്റു A മൈനസ് B. അപ്പം A എന്ന് പറയുന്നത് 104, B എന്ന് പറയുന്നത് 96. A പ്ലസ് B എന്ന് പറയുമ്പോൾ 200 ഇൻറ്റു A മൈനസ് B എത്ര? 8. 96ഉം 104 തമ്മിലുള്ള വ്യത്യാസം 8. അതേപോലെ തന്നെയല്ലേ ഇവിടുത്തേത്? 54 സ്ക്വയർ മൈനസ് 46 സ്ക്വയർ. A സ്ക്വയർ മൈനസ് B സ്ക്വയർ. A പ്ലസ് B ഇൻറ്റു A മൈനസ് B. A പ്ലസ് B എന്ന് പറയുമ്പോൾ എത്ര? 54ഉം 46ഉം എത്ര കിട്ടും മക്കളെ? 100 ഇൻറ്റു 54, 46 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 8. ശരിയല്ലേ? ഇസ് ഈക്വൽ ടു 100 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇതെത്ര കിട്ടും? 1600. ഇതെത്ര കിട്ടും? 800 ഇസ് ഈക്വൽ ടു 100 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നോക്കിക്കേ, 2400 എന്ന് കിട്ടത്തില്ലേ? 2400 ഈസ് ഈക്വൽ ടു 100 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. 100ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 2400 കിട്ടും എന്ന് പറഞ്ഞാൽ 2400 എത്ര കുറച്ചാൽ മതി? 100 കുറച്ചാൽ മതി. എത്ര കിട്ടും നമുക്ക്? 2300 എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, ഓപ്ഷൻ സി. സോ ആൻസർ എത്ര? 2300. യെസ്, ശരിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയേ എഴുതണമെന്ന് ചോദിച്ചാൽ ഇത്ര എഴുതാറ് നിങ്ങൾക്ക് ചെയ്യാം. പെട്ടെന്ന് മനസ്സിലാലോചിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് ആ ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ഓരോ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നതിന് മുൻപ് ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഒരു 2 സെക്കൻഡ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുമല്ലോ. അപ്പോൾ അതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളായിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന കാര്യം നോക്കും. ഇതിപ്പോൾ ഇത്ര എഴുതാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാലോചിച്ച് വേണമെങ്കിൽ ഈ ചോദ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഭയങ്കര ലെങ്തി ആയിട്ട് നമുക്ക് തോന്നും. ഇച്ചിരി നീളമുള്ളൊരു ചോദ്യമാണ്. പക്ഷേ നമ്മളത് ആദ്യം അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്കൊന്ന് എഴുതി നോക്കാം. മക്കളെ പറഞ്ഞിരിക്കുന്നത് എന്താ? 1029.98 1029.98 എന്ന് പറയുമ്പോൾ ഞാൻ 1030 ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് പെർസെൻറ്റേജ്. അല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ പെർസെൻറ്റേജ് പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? എന്താണ്? എടാ, A പെർസെൻറ്റേജ് ഓഫ് B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? B പെർസെൻറ്റേജ് ഓഫ് A ആയിരിക്കും. അപ്പോൾ 1029.98 ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തിരിച്ചെഴുതാം. ക്വസ്റ്റ്യൻ മാർക്ക് പെർസെൻറ്റേജ് ഓഫ് 1030 എന്ന് എഴുതരുതോ? അതായത് 1029.98ന്റെ എത്രയോ ശതമാനം എന്ന് പറയുമ്പോൾ എനിക്ക് തിരിച്ചെഴുതാം. ക്വസ്റ്റ്യൻ മാർക്ക് പെർസെൻറ്റേജ് ഓഫ് 1030. ഓക്കെ, ഈസ് ഈക്വൽ ടു, ആ റൂട്ട് ഞാൻ അതേപോലെ ഇട്ടു, 24.03 സ്ക്വയർ. എന്താണ്? 24 സ്ക്വയർ ആണ്. പ്ലസ് 25.99 സ്ക്വയർ. എന്താണ്? 26 സ്ക്വയർ ആണ്. പ്ലസ് 2412%. സി ഇങ്ങോട്ട് നോക്കിക്കേ. എടാ, ഈ 2412% എന്ന് പറഞ്ഞാൽ എത്ര? 2412% എന്ന് പറഞ്ഞാൽ എത്ര? 2412 ഡിവൈഡഡ് ബൈ 100.
എന്ന് പറയുമ്പോൾ 24.12 എന്ന് എടുത്തൂടെ? 2412 ശതമാനം എന്ന് പറഞ്ഞാൽ 2412 ഡിവൈഡഡ് ബൈ 100, 24.12. അപ്രോക്സിമേഷൻ അല്ലേ, ഏകദേശ വാല്യൂ അല്ലേ? അപ്പോൾ എനിക്ക് 24 എന്ന് എടുക്കാം. അപ്പോൾ 24 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 51.92 എനിക്ക് എത്ര എടുക്കാം? 52 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ ഇത്രയും എഴുതി. ഇനി ശ്രദ്ധിച്ചോണേ. നോക്ക്, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് പെർസെൻറ്റേജ് ഓഫ് 1030. ഓക്കെ, അത് വീണ്ടും ഞാൻ വേണമെങ്കിൽ അതുപോലെ എഴുതാം. ഇതൊക്കെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്കിലും പോട്ടെ. എന്നിട്ട് വീണ്ടും ഇതിനകത്തോട്ട് നോക്കിക്ക്. 24 സ്ക്വയർ പ്ലസ് 26 സ്ക്വയർ, രണ്ട് നമ്പറിൻ്റെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചിന്തിക്കുക എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരുന്നു നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എടുക്കാമായിരുന്നു. മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മളത് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, പിന്നെ ഇനി എന്ത് ചെയ്യും? ബാക്കി അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? പക്ഷേ ഇവിടെ എ സ്ക്വയറും ബി സ്ക്വയറും ഉള്ളൂ, 2ab ഇല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, 24 ഇൻറ്റു 52 ഇതായി സാധനം. ഇവിടെ 24 ഇൻറ്റു 52 എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 2 ഇൻറ്റു 26 എന്ന് എടുക്കാമല്ലോ. 52-ന് 2 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ 2 ഇൻറ്റു എ ഇൻറ്റു ബി, അപ്പോൾ 2ab ആയില്ലേ? അപ്പോൾ ഇത് 2ab അല്ലേ? അതെ. അപ്പോൾ 24ൻ്റെ സ്ക്വയർ പ്ലസ് 26ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 26 ഇൻറ്റു 24 അല്ലേ? 2 ഇൻറ്റു 26 എന്ന് പറഞ്ഞാൽ 52. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ റൂട്ടിനകത്ത് കിടക്കുന്ന എന്തുവാ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എഴുതിക്കൂടെ? ക്വസ്റ്റ്യൻ മാർക്ക് പെർസെൻറ്റേജ് ഓഫ് 1030 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, അതായത് 24 പ്ലസ് 26 സ്ക്വയർ അല്ലേ? വീണ്ടും അടുത്ത സ്റ്റെപ്പ് എഴുതാം. ഈ സ്റ്റെപ്പ് എല്ലാം കൂടെ എഴുതി എനിക്ക് വയ്യ. 1030 ഈസ് ഈക്വൽ ടു 50ൻ്റെ സ്ക്വയർ അല്ലേ? 50ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു 50. അപ്പോൾ റൂട്ട് മാറ്റുമ്പോൾ എത്ര ആവും അത്? ക്വസ്റ്റ്യൻ മാർക്ക് പെർസെൻറ്റേജ് ഓഫ് 1030. റൂട്ട് മാറ്റുമ്പോൾ എന്താവും? സ്ക്വയർ ഉള്ള ഒരു നമ്പറിൻ്റെ സ്ക്വയർ, എ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എ ആയിരിക്കും. അപ്പോൾ 50 സ്ക്വയറിൻ്റെ റൂട്ട് എത്ര ആയിരിക്കും? 50. അപ്പോൾ 1030ൻ്റെ എത്ര ശതമാനമാണ് 50 എന്ന് കണ്ടുപിടിച്ചാൽ മതി അപ്രോക്സിമേറ്റ്ലി. ക്വസ്റ്റ്യൻ മാർക്ക് പെർസെൻറ്റേജ് ഓഫ് 1030. 1030ൻ്റെ എത്രയോ ശതമാനമാണ് 50. അപ്പോൾ 1030-ൽ 50 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? അപ്രോക്സിമേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് 1/2. 50 100 103-ൽ 2 പ്രാവശ്യം വരത്തില്ല ഏകദേശം. സോ നമുക്ക് എത്ര കിട്ടുന്നു? 5%. 5%. ഓപ്ഷൻ ഡി ശരിയാണോ? യെസ്. 1030-ൽ 50 എത്ര ശതമാനം? ഏകദേശം 5%. അപ്പോൾ ഇവിടെയും ഇത്രയും വലിച്ചുവാരി എഴുതണോ എന്നൊരു ചോദ്യമുണ്ട്. വേണ്ട, ഇവിടെ ഞാൻ ഒരുപാട് അനാവശ്യമായ സ്റ്റെപ്പുകളൊക്കെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് അത്ര വിശദമായി പറയുന്നത്. നിങ്ങളിത് ഒരു പ്രാക്ടീസ് ലെവലിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം വരിക. അതിൽ എന്നിട്ട് അത്രയും എഴുതാൻ നിൽക്കരുത്. എപ്പോഴും എഴുത്ത് കുറച്ച് എഴുതുക, അത്രയും എഴുതാതെ പെട്ടെന്ന് ആൻസറിലേക്ക് വരാനായിട്ട് നോക്കുക. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം നോക്കാം. നോക്കുക, അടുത്ത എന്താണ്? 782% ഓഫ് 682.01 ഡിവൈഡഡ് ബൈ 856.06. ഓക്കെ, ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ 782% എന്ന് പറഞ്ഞാൽ നമുക്ക് 7.82 എന്നല്ലേ? അതെങ്ങനെ കിട്ടി? 7.82 എങ്ങനെ കിട്ടിയേ? 782% എന്ന് പറയുമ്പോൾ 782 ഡിവൈഡഡ് ബൈ 100 എത്ര കിട്ടും? 7.82. അപ്രോക്സിമേറ്റ്ലി 8 എന്ന് എടുക്കാമല്ലോ. അപ്രോക്സിമേറ്റ്ലി 8. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 8 ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു. സോ 682 ഡിവൈഡഡ് ബൈ 856. 8 കൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാണ്? 107. ഏകദേശം എത്ര പ്രാവശ്യം വരും ഇവിടെ? 7 പ്രാവശ്യം വരുമോ? ഇല്ല. 107 ഇതുകൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം കിട്ടും? 6 പ്രാവശ്യം. അപ്രോക്സിമേറ്റ്ലി 6 പ്രാവശ്യം അല്ലേ വരുന്നത് ഏകദേശം. സോ ആൻസർ എത്ര ആയിരിക്കും? 6 ആയിരിക്കും. യെസ്, 6. മനസ്സിലായോ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. എടാ 840.68
അപ്പോൾ എനിക്ക് 841 റേസ് ടു 1/2 പ്ലസ് 17.49. ഈ 17.49 എനിക്ക് 17.5 അല്ലെങ്കിൽ ഞാൻ 18 ആയിട്ട് എടുക്കുന്നു. 18 × 12 മൈനസ് 4096 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ആയിരിക്കും. ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് ചോദ്യം. അപ്പോൾ 841ൻ്റെ അതായത് √841 പ്ലസ് 18 × 12. 18 × 12 എന്ന് പറഞ്ഞാൽ എത്ര? 18 10 പ്രാവശ്യം ആകുമ്പോൾ 180, പിന്നെ 2 പ്രാവശ്യം 36, അപ്പോൾ എത്ര കിട്ടും? 216 മൈനസ് 4096ൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റും പിന്നീടുള്ളതും അല്ലേ? അവസാനം 6ൽ അവസാനിക്കുന്നു. 6ൽ അവസാനിക്കണമെങ്കിൽ ഏതിൻ്റെ ക്യൂബ് ആയിരിക്കണം? 6ൻ്റെ ക്യൂബ് ആയിരിക്കണം അല്ലേ? 6ൻ്റെ ക്യൂബ് 216. 6ൻ്റെ ക്യൂബ് എല്ലാം ഏതിലാണ് അവസാനിക്കുക? 6ലാണ് അവസാനിക്കുക. ഓക്കെ, പിന്നെന്താ? ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ നമ്പർ 4. മാക്സിമം ഏത് നമ്പറിൻ്റെ വരെ ക്യൂബ് വരും? 16. അപ്പോൾ ആൻസർ എത്രയാണ്? 4 മാക്സിമം ഏത് നമ്പറിന് വരെ ക്യൂബ് വരും ചോദിച്ചാൽ 1. അപ്പോൾ 1 6 ചേർത്ത് എഴുതുമ്പോൾ 16. അപ്പോൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, സോ എന്താണ് ആൻസർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സോ നോക്കുക, എടാ 841ൻ്റെ ക്യൂബ് റൂട്ട് എത്ര? സ്ക്വയർ റൂട്ട് എത്ര? 29 പ്ലസ് ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെത്രയാണ്? ഈ 216 നിന്ന് 16 പോയാൽ എത്ര കിട്ടും? 200 അല്ലേ കിട്ടുക? സോ എത്ര വരും? 229. 229 ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാണ്? 223. സോ ആൻസർ എത്ര ആയിരിക്കും? 223. ഞാൻ പറഞ്ഞില്ലേ, അപ്രോക്സിമേഷനിൽ എപ്പോഴും നമുക്ക് കിട്ടിയ ആൻസർ, നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനെ വേണം. ഇവിടെ നമ്മൾ 205 എടുക്കരുത്, കാരണം 205 എന്ന് പറയുമ്പോൾ 24 വ്യത്യാസം വരുന്നുണ്ട്. അതുമായിട്ട് 229 223 ആണ് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നത്. സോ നമുക്ക് കിട്ടിയ ആൻസറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനെ വേണം നമ്മൾ ആൻസർ ആയിട്ട് എടുക്കാൻ. ഇവിടെ കൃത്യമായ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല അപ്രോക്സിമേഷൻ. എക്സാക്റ്റ് വാല്യൂ അല്ല ഇവിടെ വേണ്ടത്, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ഏകദേശ വാല്യൂ ആണ് നമുക്കിവിടെ വേണ്ടത്. സോ അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. ഞാൻ നോക്കിക്കേ, ഏകദേശം ഹരിക്കാനാണ്. ഈ ആൻസേഴ്സ് തമ്മിൽ എപ്പോഴും മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം, അപ്രോക്സിമേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ചോദ്യം തരുമ്പോൾ അതിൻ്റെ കൂടെ തന്നിട്ടുള്ള ആൻസർ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. ചോദ്യം തരുമ്പോൾ അതിൻ്റെ കൂടെ തന്നിട്ടുള്ള ആൻസർ ഓപ്ഷൻസ് നോക്കുക. ആൻസർ ഓപ്ഷൻസിൽ ഓപ്ഷൻസ് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈഡായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. എന്നാൽ ഓപ്ഷൻസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് അപ്രോക്സിമേറ്റ്, അതായത് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ, ഇപ്പോൾ ഓപ്ഷൻസ് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ 1980 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2000 ആയിട്ട് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓപ്ഷൻസ് തമ്മിൽ അടുത്തടുത്ത് കിടക്കുവാണ്, 10, 12, 14 അങ്ങനെ കിടക്കുവാണെങ്കിൽ 1980 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ 1980 ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻസ് തമ്മിൽ ചെറിയ നല്ല അത്യാവശ്യം തരക്കേടില്ലാത്ത ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 9300, 5406, 1001. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടണം. കൂട്ടണ്ട. ഇപ്പം 9000 1000 10,000 ആയി. 10,000 5000 എത്രയായി? 15,000 അല്ലേ? ഏകദേശം അപ്പോൾ എത്രയായി? 15,000 വേണമെങ്കിൽ പറയാം. 15,700 അത്രയും വരുന്നുണ്ടെന്ന് പറയാം, പോട്ടെ. ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിക്കേ, ഇത് 500, ഇതെത്രയാണ്? ഇതിനെ നമുക്ക് 900 എന്ന് എടുക്കാം. അപ്പം 9ഉം 5ഉം 14, 14ഉം 6ഉം 2000. അപ്പോൾ ഓക്കെ, 15,000 ഡിവൈഡഡ് ബൈ 2000 എത്ര കിട്ടും? 15/2 7.5. ഓക്കെ, യെസ്, ആൻസർ 7.5. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ഇത് എത്രയാണ്? 15,700 വരുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. 15,700 വരുന്നുണ്ടെന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ ആൻസേഴ്സ് ഓപ്ഷൻസ് നോക്കുമ്പോൾ അത്യാവശ്യം കുറേ 7.5 കഴിഞ്ഞ് പിന്നെ 6 ഇല്ല, പിന്നെ 4 ഉള്ളൂ, 5 പോലും അവിടെ ഇല്ല, പിന്നെ 8 ഇല്ല, 8.5 ഇല്ല, 9 ഇല്ല, 9.5 ഇല്ല, 10 ഇല്ല, ഒരു 10 ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ഗ്യാപ്പ് അതിലേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി വൈഡായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, സോ നമുക്ക് 7.5 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. √119 പ്ലസ് 49.06 ഡിവൈഡഡ് ബൈ
6.48. അപ്പം നമുക്കറിയാം ബോട്ട്മാസ് റൂൾ അനുസരിച്ച് നമ്മൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റിന് അകത്തുള്ളത് ചെയ്യണം. അപ്പം √119 എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഏതാണ്? √121 അല്ലേ? √121 പ്ലസ് 49 ഡിവൈഡഡ് ബൈ 7, കാരണം 6.998 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 125 ഡിവൈഡഡ് ബൈ 5. അപ്പം ഇത് √121 എന്ന് പറയുമ്പോൾ നമുക്ക് 11 കിട്ടും. പ്ലസ് 49നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. അപ്പോൾ ഇൻറ്റു 125നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. സോ ആൻസർ എത്രയാണ്? 11 7 18. 125നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 25 അല്ലല്ലോ കിട്ടുന്നത് പൊട്ടാ. 125നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 25 അല്ലേ കിട്ടുക? 125നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 25 കിട്ടുന്നത്. 25നെ 5 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 5 കിട്ടുന്നത്. ഓക്കെ, യാതൊരു ശ്രദ്ധയില്ലാത്തൊരു മനുഷ്യനാണ് ഞാനെന്ന് വീണ്ടും ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 125നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 25 കിട്ടി. സോ 18 ഇൻറ്റു 25. അപ്പം 25നെ 18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 25 20 പ്രാവശ്യം ആകുമ്പോൾ എത്ര ആയിരുന്നു? 25 20 പ്രാവശ്യം ആകുമ്പോൾ എത്ര കിട്ടും? 500 കിട്ടത്തില്ലേ? 25 20 പ്രാവശ്യം ആകുമ്പോൾ 500 കിട്ടും. ഇവിടെ 2 പ്രാവശ്യം കുറവാണ്, 18 അല്ലേ ഉള്ളൂ. അപ്പോൾ 50 കുറയ്ക്കുക, എത്ര കിട്ടും? 450, 450. ശരിയാണോ? യെസ്, 450. യെസ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. 46% ഓഫ് 14.32 മൈനസ് 37% ഓഫ് 14.12. 14.32 ഞാൻ ആദ്യം പറഞ്ഞല്ല, 1432. 1432ന്റെ 46% മൈനസ് 1412ന്റെ 37% ഡിവൈഡഡ് ബൈ 63. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇടാ, ഈ 46% ഓഫ് 1432നെ നമുക്ക് തിരിച്ചെഴുതിക്കൂടെ? 1432% ഓഫ് 46 എന്ന് എഴുതിക്കൂടെ? കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് A% ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? B% ഓഫ് എക്ക് തുല്യമാണ്. B% ഓഫ് എക്ക് തുല്യമാണ്. സോ 1432% ഓഫ് 46 മൈനസ്, അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 1412% ഓഫ് 37. ശരിയല്ലേ? അങ്ങനെ എഴുതാം. ഡിവൈഡഡ് ബൈ 63. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 1432% എന്ന് പറഞ്ഞാൽ എത്ര? 1432 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്ര? 14.32. ശരിയല്ലേ? അപ്പോൾ എനിക്ക് ഈ 1432%ന് പകരം 14.32 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 46 അങ്ങനെ എഴുതാമല്ലോ. അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി എന്താ അടുത്തത് പറഞ്ഞേക്കുന്നത്? എന്താ? 1412%. അതെന്ന് പറഞ്ഞാൽ എത്ര? 1412 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്ര? 14.12% അല്ലേ? 14.12 സോറി 1412% എന്ന് പറയുമ്പോൾ 1412/100 എത്ര കിട്ടും? 14.12. സോ എനിക്ക് എന്ത് എഴുതാം? 14.12 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 37. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം അപ്രോക്സിമേഷൻ ഇതുണ്ട്, ഡിവൈഡഡ് ബൈ 63 ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ചോദ്യം അപ്രോക്സിമേഷൻ ആണ്. അപ്പോൾ 14.32 പകരം എനിക്ക് 14 എന്ന് എടുക്കാം ഇൻറ്റു 46 മൈനസ് ഇവിടെയും 14.12 എനിക്ക് 14 എന്ന് എടുക്കാം ഇൻറ്റു 37 ഡിവൈഡഡ് ബൈ 63. ഓക്കെ, സോ രണ്ടിടത്തും 14 ഉണ്ട്. 14 ഇൻറ്റു 46, 14 ഇൻറ്റു 37. ഞാൻ 14 കോമൺ ആയിട്ട് ഇങ്ങനെ പുറത്തെടുത്തു. എന്നിട്ട് 46 മൈനസ് 37 ഡിവൈഡഡ് ബൈ 63. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 14 ഇൻറ്റു 46 നിന്ന് 37 പോയാൽ എത്ര കിട്ടും? 37 46. 46 നിന്ന് 37 പോയാൽ എത്ര കിട്ടും? 9 ഡിവൈഡഡ് ബൈ 63 അല്ലേ? 63. സോ 9 63ൽ എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. 7നെ 14 കൊണ്ട് വെട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 2 എന്ന് എനിക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എത്ര? 2. ശരിയാണോ? യെസ്, 2. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിനെ അപ്രോക്സ് ഇത് ആദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് തിരിച്ചിങ്ങനെ ചിന്തിക്കാം. 14.32. അപ്പോൾ 14 ഇൻറ്റു 46, 14 ഇൻറ്റു 37. സോ 14 ഇൻറ്റു 46, 14 ഇൻറ്റു 37. സോ 14 പിന്നെ 46 37 തമ്മിലുള്ള വ്യത്യാസം 9. സോ 14 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 63. 9 7 63. 14നെ 2 കൊണ്ട് കട്ട് 14നെ 7 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാലോചിച്ച് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. പക്ഷേ അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം A% ഓഫ് B ഈസ് ഓൾവേസ് ഈക്വൽ ടു B% ഓഫ് A. സോ അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യം.
വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 2/9.98 എന്ന് പറയുമ്പോൾ നമുക്ക് 2/10 എന്ന് എടുക്കാം. പ്ലസ് 1/5.02 എന്ന് പറയുമ്പോൾ 1/5. പ്ലസ് 5/24.98. 5.02/24.98 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മൈനസ് ആണ് കേട്ടോ. 5/25 ഈസ് ഈക്വൽ ടു 1/x. അങ്ങനെയാണെങ്കിൽ x എത്ര? അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു കാര്യം കണ്ടോ, ഈ 2/5നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? 2/10നെ നമുക്ക് 1/5 ആയിട്ട് എടുക്കാം. പ്ലസ് ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? 1/5 മൈനസ് ഈ 5/25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2നെ 5 കൊണ്ട് ഹരിക്കുക. 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, 25നെ 5 കൊണ്ട് ഹരിച്ചാൽ 5 ഈസ് ഈക്വൽ ടു 1/x. ഈ പ്ലസ് 1/5ഉം മൈനസ് 1/5ഉം ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് എന്ത് കിട്ടും? 1/5 ഈസ് ഈക്വൽ ടു 1/x എന്ന് കിട്ടും. സോ x ഈസ് ഈക്വൽ ടു എന്താണ്? 5 ആണ്. ആൻസർ ഇ. ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം 3992. ഓക്കെ, അത് ഒരു റൂട്ടിനകത്തുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ 3992 എന്ന് പറയുന്നതിനെ എനിക്ക് 3990 അല്ലെങ്കിൽ 399 എന്ന് എഴുതാമല്ലോ. ഡിവൈഡഡ് ബൈ 1330. ഓക്കെ, 0.95. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു. ഇൻറ്റു റൂട്ട് ഓഫ് 121. ഓക്കെ, അപ്പോൾ ഈ 13 × 3 ആണല്ലോ 39. അപ്പോൾ 3990 1330 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏകദേശം എനിക്ക് എത്ര തന്നെ കിട്ടും? ഇതിപ്പം 3 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, പോട്ടെ. അപ്പോൾ ഇത് 3, ഇത് 1. അപ്പോൾ കറക്റ്റ് എന്ത് തന്നെ കിട്ടും? ഏകദേശം 3 തന്നെ കിട്ടും. ഇൻറ്റു റൂട്ട് 121 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 11 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? റൂട്ട് 33 ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ എക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 33 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ എന്ത് വരും? അതായത് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് സ്ക്വയർ എക്സ് ആവാനായിട്ട് എക്സിനെ ഞാൻ റൂട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതിനെ ഞാൻ റൂട്ട് കളയണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ എത്ര ആയിരിക്കും? എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എക്സ് ആയിരിക്കും. റൂട്ട് 33ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര ആയിരിക്കും? റൂട്ട് 33ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 4th റൂട്ട് 33 ആയിരിക്കും. സോ ആൻസർ എത്ര? 4th റൂട്ട് 33. അതായത് റൂട്ട് 33യെ വീണ്ടും സ്ക്വയർ റൂട്ട് ചെയ്യണം. അപ്പോൾ സ്ക്വയർ റൂട്ടിനെ വീണ്ടും സ്ക്വയർ റൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ പവർ എന്തായി? അത് വീണ്ടും ആ പവർ പിന്നെ എന്തായി? അത് 4th റൂട്ടിലേക്ക് വന്നു. സ്ക്വയർ റൂട്ടിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴാണ് 4th റൂട്ട് കിട്ടുന്നത്. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ എന്തായി? 4th റൂട്ട് 33 എന്ന് കിട്ടി. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. 9.11 സ്ക്വയർ 9 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇൻറ്റു 14.95 സ്ക്വയർ 15 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എഴുതാം. ഡിവൈഡഡ് ബൈ റൂട്ട് 625. റൂട്ട് 626 അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ ആണ്. അപ്പോൾ റൂട്ട് 625 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 25 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 9 raised to what എന്നാണ് ചോദ്യം. ഓക്കെ, സോ 9 × 9 ആണ് 9 സ്ക്വയർ. 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ 15 × 15 ആണ്. ഡിവൈഡഡ് ബൈ 25. 25 എന്ന് പറയുമ്പോൾ 5 × 5 ആണ്. ഓക്കെ, സോ 5 15ൽ 3 പ്രാവശ്യം. ഇവിടെ 5 15ൽ 3 പ്രാവശ്യം. സോ 3 × 3 9. സോ 9 × 9 × 9 എന്നായില്ലേ? എന്ന് പറയുമ്പോൾ എത്ര? 9 raised to 3. സോ ആൻസർ എത്ര ആയിരിക്കും? ഇ ആയിരിക്കും. യെസ്, ആൻസർ എത്രയാണ്? ഇ ആണ്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് അത് ചെയ്യാം. കാരണം ഈ 5ഉം 15ഉം കൂടെ കട്ട് ചെയ്ത് രണ്ടിടത്തും 3 കിട്ടുന്നു. 3 × 3 9. അപ്പോൾ 9 3 പ്രാവശ്യമായി. 9 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്ന് പറയുന്നതാണ് 9 raised to 3. സോ ആൻസർ എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ എന്ത് വരുമെന്നാണ് ചോദ്യം. ഈ ചോദ്യങ്ങളിലെല്ലാം ഇതിനൊരു മുൻപൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. വാട്ട് വാല്യൂ വിൽ കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് ഏത് വാല്യൂ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് വരിക എന്നാണ് ചോദ്യം. അപ്പം ഇവിടെ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ആൻസർ കിട്ടി. അപ്പോൾ ഏകദേശം 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ എല്ലാ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്ന പോലെ ഈ 10 ചോദ്യങ്ങൾ ഒന്നും ആകുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്കിനി കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ വീഡിയോസ് നമുക്ക് ഇനിയും വരുന്ന ക്ലാസ്സുകളായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ അപ്രോക്സിമേഷൻ ഞാനൊരു 10 ചോദ്യങ്ങൾ പഠിപ്പിച്ചിട്ട് പോയതുകൊണ്ട് ഒന്നും ആകുന്നില്ല. കഴിയുന്നത്ര ചോദ്യങ്ങൾ കിട്ടാവുന്ന സോഴ്സിൽ നിന്നെല്ലാം കണ്ടെത്തി ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. എത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നോ അത്രയും നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടും. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തു പോകാനായിട്ടും പറ്റും. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. എനിക്ക് എപ്പോഴും നിങ്ങളോട് ഇത് മാത്രമേ പറയാനുള്ളൂ.
അപ്പോൾ മക്കളെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ നമുക്കിനി മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.